സ്വാഗതം. ഇന്ന് നമ്മളൊരു അമ്പലമാണ്. ശബരിമല കാണാത്തവർക്ക് ഇത് വന്ന് കാണാം. കൂട്ടുകാരെ മീനൂട്ടി പറഞ്ഞ കണക്ക് നമുക്ക് ശബരിമല കാണാത്ത ആൾക്കാർക്ക് കാണാൻ പറ്റിയൊരു അമ്പലം എന്ന് പറഞ്ഞാൽ 18 പടികളൊക്കെ ഉള്ള ഒരു ക്ഷേത്രം, ഭൂതനാഥ ക്ഷേത്രം. അതെ, ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം, കോട്ടത്തല അല്ലേ? കോട്ടത്തല. ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേണ്ടാർ ശ്രീ ഭൂതനാഥ സ്വാമി. അതെ അതെ അതെ. എന്തിനാ മനക്കല എന്താ വേണ്ടാർ തന്നെയല്ലേ? ഓക്കെ, വേണ്ടാർ തന്നെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതാണ് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ നമ്മൾ കൊട്ടാരക്കര ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊട്ടാരക്കര ടൗണിലേക്കാണ് നമ്മൾ. കൊട്ടാരക്കരയിൽ നിന്ന് നേരെ ചന്തമുക്ക് വന്നു. ചന്തമുക്കിൽ നേരെ വലത്തോട്ട് കയറി ഇപ്പോൾ ഒരു പാലം കയറി നമ്മൾ ഇടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കരുനാഗപ്പള്ളി റോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിങ്ങനെ ചോദിച്ചാണ് പോകുന്നത്. നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. നമ്മളിങ്ങനെ ചോദിച്ച് വഴി കാണുന്നിടത്തൊക്കെ ചോദിച്ച് പോകുന്നു. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഇടത് സൈഡിൽ നമ്മൾ ആർച്ച് കണ്ടോ, ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം എന്ന ഒരു ആർച്ച് കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്നും ആ ആർച്ചിനകത്തൂടെ ഭൂതനാഥ സ്വാമി ക്ഷേത്രം, കോട്ടത്തല, മുഴിക്കോട്. അപ്പോൾ കൂട്ടുകാരെ നമ്മളിത് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇങ്ങോട്ടാണെന്ന് കറക്റ്റ് അറിയത്തില്ല. കൂടെ നമുക്ക് ഈ സ്ഥലം നമുക്ക് പരിചയപ്പെടുത്തി തന്നു, നമുക്ക് പറഞ്ഞു തന്നത് RDZ എന്ന് പറയുന്ന ആളാണല്ലേ? ട്രാവൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. നമുക്ക് സത്യം ഫേമസ് ആയിട്ട് നമുക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അറിയാമായിരുന്നു. പക്ഷെ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു ഈ ക്ഷേത്രം നമ്മളധികം അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അതെ അതെ അതെ. കൂട്ടുകാരെ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് നമ്മളിതാ നേരെ ഈ റോഡാണ് വന്ന് കയറിയത് കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്ന് ആർച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ ഈ റോഡ് വന്ന് കയറി. ഇതാ ഇവിടെ ബോർഡിരിപ്പുണ്ട്. ഇവിടെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഭൂതനാഥ സ്വാമി ക്ഷേത്രം ട്രസ്റ്റ്. നമ്മൾ നേരെ ആ മതിലിൻ്റെ സൈഡിൽ കൂടെ ഇതാ മേലോട്ട് കിടപ്പുണ്ട്. ഈ റോഡ് നേരെ മേലിൽ കിടപ്പണോ കേട്ടോ. എല്ലാവരും ഇതിനകത്തോട്ടാണ് ഇട്ടത്. അങ്ങനെ നമ്മുടെ ഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ചുറ്റുപാട് ഇതാണ്. നമ്മളിതൊന്ന് എടുത്തന്നേ ഉള്ളൂ. ഒരു കാവൊക്കെ ഇവിടെ അത് കാണുന്നുണ്ട്. നമ്മൾ ആ കാവൊക്കെ ഒന്ന് എടുത്തന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇതാ ഭീമൊക്കെ അടിച്ച ഒരു സ്റ്റെപ്പ്. അതെ, നമ്മൾ രാവിലെ വന്നതാണ് കേട്ടോ. നല്ല വ്യൂ നോക്കി. രാവിലെ നമ്മൾ ഇപ്പോഴും 6 മണി കഴിഞ്ഞ് 6:30 അടുപ്പിച്ചായപ്പോഴത്തേക്ക് നമ്മുടെ എത്തിയതല്ലേ? ആ സമയമാകുമ്പോഴത്തേ അവിടെ സൂര്യ ഉദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മളൊന്ന് സ്റ്റെപ്പ് കയറി പോവുകയാണ്. വാവച്ചി വന്നില്ല കേട്ടോ. ഞാനും മോളും മാത്രമാണ് നമ്മുടെ അകത്തോട്ട് കയറി പോയത് കേട്ടോ. സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. അവിടെ ഒരു സ്ഥലം മാത്രമേ അതിനകത്ത് കയറിയിട്ട് പ്രവേശനമില്ല. ബാക്കിയുള്ള എല്ലാവർക്കും കയറാമെന്ന് അവിടെ ആളുണ്ടായിരുന്നു. അവർ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. വാവച്ചിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ട് കയറാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒന്ന് പോയി. അതിൻ്റെ മേളിൽ നിന്നപ്പോൾ എടുത്തതാണ് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ അത് സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളിതാ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് തെങ്ങിൻ്റെ മണ്ടയിൽ നമ്മൾ എത്തി കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയും പൊക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തേങ്ങയൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. അവിടെ കൈയിട്ട് നമുക്ക് തേങ്ങ അടക്കാം. നേരെ നമ്മൾ ഇങ്ങനെ വശത്തോട്ട് പോയി കേട്ടോ. സ്റ്റെപ്പുകളൊക്കെ അടിപൊളി സ്റ്റെപ്പുകൾ തന്നെയാണ്. ഫുൾ സ്റ്റെപ്പാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ താഴത്തെ വ്യൂ ആണ്. ഇതാ നമ്മളെ വണ്ടി കിടക്കുന്ന വ്യൂ ഉണ്ടല്ലോ, താഴത്തെ വ്യൂ. അപ്പോൾ നേരെ നമ്മൾ മീനൂട്ടി അടിച്ച് പൊളിച്ച് കയറി പോവുകയാണ് കേട്ടോ. മീനൂട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിന് ഉൾവശം വീഡിയോ എടുക്കാമോ എന്നുള്ളത് നമുക്ക് ചോദിക്കുക. എന്നാൽ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ എടുക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ എടുക്കണ്ട എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ ഇതാ കയറി വരുന്ന വഴി എടുത്തിട്ടുണ്ട്. സൂപ്പർ തന്നെയാണ് കേട്ടോ. വേറെ ലെവൽ തന്നെയാണ്. മീനൂട്ടി എന്ന് പറയുമ്പോൾ മീനൂട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. മീനൂട്ടിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മളിതാ ആ സ്റ്റെപ്പ് തീരുമ്പോഴത്തേക്ക് തന്നെ 18 പടികളടങ്ങിയ നല്ല അടിപൊളി രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശബരിമല കണക്കുള്ള ഒരു സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് അതെല്ലാം കണ്ട് കഴിഞ്ഞിറങ്ങി കേട്ടോ. നമ്മളതിൻ്റെ ബാക്ക് വശത്തൂടെയാണ്, അതിലെ എല്ലാ വഴി നമ്മൾ തിരിച്ച് നേരെ അമ്പലത്തിലെ എല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ആ ബാക്ക് വശത്തൂടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പാറയുടെ ബാക്ക് ഭാഗത്തൂടെ നേരെ ഇറങ്ങി നമ്മൾ ബാക്ക് വശത്ത് നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ പുറകു ഭാഗം.
പുറകു ഭാഗം. അതായത് ഭക്തർക്ക് കയറി പോകാൻ ഒരു വഴിയും തിരിച്ചു വരാൻ വേറെ വഴി. അതെ. അപ്പം നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിക്കൊണ്ട് ഇറങ്ങി നമ്മൾ നേരെ താഴെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വഴിപാട് 30 രൂപ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നല്ല വ്യൂ ഇല്ല, നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു പാറയുടെ മണ്ടയിലാണോ ക്ഷേത്രം ഇരിക്കുന്നത്. അത് വളരെ അടിപൊളിയായിട്ട് നല്ല മിറ്റമൊക്കെ നല്ല കല്ലൊക്കെ ഇട്ട് പാവി നല്ല സൂപ്പറായിട്ട് ചെയ്തു. നമുക്ക് പിന്നെ അതിനകത്തായതുകൊണ്ട് നമ്മൾ അകത്തുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അത് അവിടെ ഒരു കുളവും ഒരു കൂണിൻ്റെ ഒരു മോഡലിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ നിന്നുകൊണ്ട് പാറയും കൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഇതാണ് പാറ. ഈ പാറയിലാണ് അമ്പലം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂണ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമൻറ്റ് കോൺക്രീറ്റ് കൂണാണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കുറേ നമുക്ക് ഉപദേവന്മാരൊക്കെ ഇവിടെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ കുടിക്കാനുള്ള വെള്ളവും സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ ഈ കാണുന്ന ഈ ബീമിൽ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റെപ്പുകളെന്ന് പറയുമ്പോഴത്തേക്ക് 300-ലധികം സ്റ്റെപ്പുകളാണ് ചെയ്തിരിക്കുന്നത്. 18 പടി ഉൾപ്പെടാതെ 300-ലധികം സ്റ്റെപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ 300-ലധികം സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്ക് 18 പടി കാണാൻ കഴിയുന്നത്. നമ്മുടെ ശബരിമലയിലേക്കുള്ള അതുപോലെ തന്നെയുള്ളൊരു ഏകദേശം അതുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും 18 പടികൾ അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എന്താണ് നമ്മുടെ ശബരിമലയുടെ അതേ രീതിയിൽ തന്നെ അവരൊരു 18 പടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ഷേത്രവും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വ്യൂ നല്ല ഇതാണ്. നമ്മൾ വൈകുന്നേരങ്ങളിലുള്ള അസ്തമയവും ഉദയവും ഒക്കെ കാണാൻ അടിപൊളി തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ പാർക്കിംഗ് സൗകര്യവും സ്റ്റേജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടക്കുന്ന സമയത്തൊക്കെ വളരെ അടിപൊളിയായിട്ട് നമുക്കിരുന്ന് പ്രോഗ്രാം കാണാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു അമ്പലം തന്നെയാണ്. ഈ അമ്പലത്തിൽ ഇനിയും നല്ല രീതിയിലുള്ള വികസനങ്ങൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. കൂട്ടുകാരെ, നമ്മുടെ ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. നമ്മൾ അമ്പലമൊക്കെ കണ്ടല്ലോ, അത് നോക്കി അടിപൊളിയായിട്ടാണ് നമ്മൾ അമ്പലം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ വരുന്നവരൊക്കെ മാക്സിമം കാണാൻ വരിക കൊട്ടാരക്കര. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്രയാകുന്നു. ഓക്കെ, ബൈ.